തിരുവനന്തപുരത്ത് അധികമാരും പറയാത്ത ഒരു ആനക്കഥ. കേരളത്തിലെ ആനക്കഥകളും വിശേഷങ്ങളുമൊക്കെ ചിലർ കൈവശപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ തിരുവനന്തപുരത്തുകാർക്കും പറയാനുണ്ട് വ്യത്യസ്തമായ ഒരു ആനക്കഥ, സൗഹാർദ്ദത്തിന്റെ ഒരു ആനക്കഥ. ഗുരുവായൂർ കേശവൻ മുതൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ഗോവിന്ദൻ, അയ്യപ്പൻ, തിരുവമ്പാടി ശിവശങ്കരൻ, അങ്ങനെ തലയെടുപ്പുള്ള പല കൊമ്പന്മാരും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വിരാജിച്ചിട്ടുണ്ട്. സാധാരണയായി ദേവീദേവന്മാരുടെ പര്യായ പദങ്ങളായാണ് അമ്പലങ്ങളിൽ ആനകളുടെ പേരായി നൽകാറുള്ളത്. എന്നാൽ ഇങ്ങ് തെക്കൊരിടത്ത് ഒരു ക്ഷേത്രത്തിൽ പ്രസിദ്ധനായ ഒരു ആന ഉണ്ടായിരുന്നു. ആ ആന ഒരു മുസ്ലിം നാമധാരിയാണ്. അമ്പലത്തിലെ ആനയ്ക്ക് മുസ്ലിം നാമമോ? മൂക്കത്ത് വിരൽ വെക്കണ്ട, കാരണം ഇത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ആ അമ്പലത്തെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി തലയെടുപ്പോടെ ആ ആന വർഷങ്ങളോളം തിടമ്പേറ്റി. വർഷം 1958 ചിറയൻകീഴ് അമ്പലത്തിൽ ഒരു ആനയെ വാങ്ങണം. ആനയെ വാങ്ങാൻ ഭീമമായ തുക ആവശ്യമാണ്. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന കാലഘട്ടം. വലിയ പ്രസിദ്ധി കൊടുത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പിരിവ് സംഘടിപ്പിക്കണം. എന്നാൽ മാത്രമേ അത്രയും വലിയ തുക സംഭരിക്കാനാവൂ. ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ച് ഈ വിവരം നാട്ടുകാരെ അറിയിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും സംഭാവനകൾ ലഭിക്കുകയുള്ളൂ. ചിറയൻകീഴുകാരനായ പ്രേം നസീർ സിനിമയിൽ കത്തി നിൽക്കുന്ന സമയം. അങ്ങനെ അവർ ഒരു തീരുമാനമെടുത്തു. ചടങ്ങ് പ്രേം നസീറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം. നസീർ നാട്ടിൽ വരുമ്പോൾ പോയി കാണണം. അങ്ങനെ തൊട്ടടുത്ത മാസം നസീർ നാട്ടിൽ വന്നപ്പോൾ അവർ പോയി കണ്ടു. വിവരം പറഞ്ഞു. ഇതിനാണോ പിരിവെടുത്ത് എന്റെ നാട്ടുകാർ കഷ്ടപ്പെടുന്നത്? ആനയെ ഞാൻ വാങ്ങിത്തരും. അങ്ങനെ അദ്ദേഹം വാങ്ങി നൽകിയ കുട്ടിക്കൊമ്പന് നസീർ എന്ന് തന്നെ പേരിടാൻ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നസീർ വളർന്ന് നല്ല തലയെടുപ്പുള്ള കൊമ്പനായി ചിറയൻകീഴ് അമ്പലത്തിൽ വർഷങ്ങളോളം ഭഗവതിയുടെ തിടമ്പേറ്റി.